ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 37ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഏപ്രിൽ മാസം 14-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് വിഷു ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. ഓക്കെ, ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു ഇത്, പക്ഷെ ഇന്നലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ചെയ്യാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. നമുക്ക് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ലിസ്റ്റാണ്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ഗോപി ലോല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഫാദർ ചിറ്റി ഉമ കാർത്തിക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തെലുങ്ക് ഭാഷയിൽ ഈ രണ്ട് ഭാഷകളിലായിട്ട് അൾട്രാ പ്ലെയർ അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. 2021 റിലീസ് ചെയ്ത സിനിമയാണ്. അടുത്ത ഡ്രാമ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ടുക് ടുക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ അൺബ്രേക്കബിൾ ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡാനിഷ് മൂവിയാണ്. നൈറ്റ് വാച്ച് ഡിമൺസ് ആർ ഫോറെവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നൈറ്റ് വാച്ച് ഡിമൺസ് ആർ ഫോറെവർ ഈ ഒരു ഡാനിഷ് മൂവി ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. വെബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് അതുപോലെ തന്നെ ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. ഷൺമുഖ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. ഒത്ത ബോട്ട് മുത്തയ്യ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് തമിഴ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മീറ്റ് ദ കുമാലോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ടർക്കിഷ് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഹെസിറ്റേഷൻ മൗണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ്, ആമസോൺ പ്രൈം ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തുർക്കിഷ് ഭാഷയിലും ഈ രണ്ട് ഭാഷയിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇമാനുവൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലും ആയിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷയിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ നമ്മുടെ GV പ്രകാശ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ C5ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കോലി ടാൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ജിയോ ഹോട്ട്സ്റ്റാറിലായിട്ടാണ് ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. വൺ ലാസ്റ്റ് ടൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷയിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. രച്ചരിക്കം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഹിന്ദി മൂവിയാണ്. ക്രേസി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സ്വീറ്റ് ഹേർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. പെരുസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 18+ മൂവിയാണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോർട്ടൂൺ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. കോർട്ട് സ്റ്റേറ്റ് വീസ് എ നോബഡി എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. G20 എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ് ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്ത സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. രാക്ഷസ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ, തെലുങ്ക് ഭാഷകളായിട്ട് സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ബാഡ് ബോയ്സ് എന്നൊരു മലയാളം മൂവിയാണ്. ഒമർ സംവിധാനം ചെയ്ത കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ്. ചോരി 2 എന്നാണ് സിനിമയുടെ പേര്. ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് സജിൻ ഗോപു, അനശ്വര ചന്ദ്രക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ റൊമാൻറ്റിക്
റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്, കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു വാർ ഹിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ചാവ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു തമിഴ് മൂവിയാണ്, ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരേ പേച്ച് ഒരേ മുടിവ് എന്നാണ് സിനിമയുടെ പേര്. 2 ഓപ്ഷനിലാണ് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ക്രൈം ഡ്രാമ ത്രില്ലർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബേസിൽ സൗബിൻ ഷാഹിർ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ സോണിലി വഴിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡാനിഷ് മൂവിയാണ് സൺസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡാനിഷ് ഭാഷ കൂടാതെ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ത്രില്ലർ തെലുങ്ക് മൂവിയാണ് പത്മവ്യൂഹം ലോ ചക്രധാരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നീലമുടി ബ്ലൂ ഹെയർ, ആമസോൺ പ്രൈമിലും ഈ ഒരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ അവൈലബിൾ ആണ്. IFKയിലൊക്കെ പ്രദർശിപ്പിച്ച സിനിമയാണ് ഈ സിനിമ. അടുത്തത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു മലയാളം സിനിമയാണ് ദാസേട്ടന്റെ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമ. ഹരീഷ് പേരയുടെ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ മുതൽ മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ് മുഡോ കണ്ണു എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ തെലുങ്ക് മൂവിയാണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് ബുച്ചി നായിഡു കണ്ട്രിക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്കിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്ത, അതായത് ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ള സിനിമകളും സീരീസുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.